പരിവാർ എന്ന് പറയുമ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ ടൈറ്റിലാണ്. ഇതിൽ പരിവാർ എന്നുള്ളത് ഈ യുദ്ധം സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് ജാതീയമായിട്ടുള്ള പരാമർശങ്ങളില്ല, നിറത്തിന്റെ പേരിലുള്ള കളിയാക്കലില്ല, രൂപത്തിന്റെ പേരിലുള്ള കളിയാക്കലില്ല, അതൊന്നുമില്ല. അതൊക്കെ സ്ക്രിപ്റ്റിൽ തന്നെ ഇല്ല. അപ്പൊ ഞങ്ങൾക്കൊരു കൺഫ്രണ്ടേഷൻ ഒരു സാധ്യത അവർ ഒരുക്കിയിട്ടില്ല. കുഞ്ഞിലെ തന്നെ മോളൊക്കെ ചെറുതിലെ സ്കൂളിൽ പോകുമ്പം എന്നെ അവളുടെ കൂട്ടുകാരികളെന്തോ കുടക്കമ്പിന്നെന്തോ പറഞ്ഞു ഒന്ന് പരാതി പറയും. അയാളുടെ അച്ഛനെ ഞാനൊന്നും പറയുന്നില്ലല്ലോ, പിന്നെ എൻ്റെ അച്ഛനെ എന്തിനാ കുടക്കമ്പി എന്ന് പറഞ്ഞു എന്നൊക്കെ പറയും. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ആ ഒരു ഫോട്ടോ സുരേഷ് കുമാർ എന്ന പ്രൊഡ്യൂസറാണ് നവോദയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോട്ടോ അന്ന് ഇട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വേറെ ആരെങ്കിലും ആയിരിക്കും ആ റോൾ ചെയ്യുക. രാവണപ്രഭു എന്ന ചിത്രത്തിൽ കലാഭവൻ മണിക്കാണ് ആദ്യം ആ റോൾ വെച്ചിരുന്നത്. പൊട്ടുകുത്തടി പുടവ ചുറ്റടി എന്നുള്ള ആ പാട്ടുപാടി വരുന്ന ആ റോള് കഥാപാത്രത്തിൽ ഗൗണ്ടറുടെ അനിയൻ്റെ കഥാപാത്രം വച്ചിരുന്നത് ആദ്യം കലാഭവൻ മണിക്കാണ്. 2500 സെറ്റാ അവൻ ചവിട്ടി പൊളിച്ചത്. ഓഹോ, എന്തായിരുന്നു കംപ്ലൈൻറ്റ്? റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈൻറ്റ്. या जिंदगी के साज पे छड़ी हुई गजल. ക്യൂ സ്റ്റുഡിയോയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ദ്രൻസ്, ജഗദീഷ് ആൻഡ് ശോഭന വെട്ടിയാർ. നമസ്കാരം. അപ്പം നിങ്ങൾ മൂന്നുപേരും ഒരു സിനിമയിൽ ഒന്നിക്കുകയാണ്, പരിവാർ. സോ പരിവാറിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഞങ്ങൾ കണ്ടു. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടി നാട്ടിൻപുറം, അവിടുത്തെ നാട്ടുകാർ, അവരുടെ തമ്മിലുള്ള ഒരു കുട്ടി കുട്ടി പ്രശ്നങ്ങൾ. ജഗദീഷ് ചേട്ടാ, അപ്പം എന്താണ് പരിവാർ? പരിവാർ എന്ന് പറഞ്ഞാൽ തന്നെ ഫാമിലിയാണ്, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ നമുക്ക് ആ ഒരു എഴുതി വെച്ചിരിക്കുന്നത് തന്നെ മനസ്സിലാവും, പരിവാർ. അപ്പം എന്താണ്, വാറാണോ ഉദ്ദേശിക്കുന്നത്? വീട്ടിലെ കുട്ടി കുട്ടി പ്രശ്നങ്ങളാണോ, എന്താണ്? തീർച്ചയായിട്ടും വാർ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് പരിവാർ എന്ന് പറയുമ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ ടൈറ്റിലാണ്. ഇതിൽ പരിവാർ എന്നുള്ളത് ഈ യുദ്ധം സൂചിപ്പിക്കുന്നുണ്ട്. ഈ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ, മത്സരം, അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സാധാരണഗതിയിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരുന്നത് ഒന്ന് സ്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇല്ലെങ്കിൽ ഈ എന്താ പറയുക, ഭാര്യമാർ തമ്മിലുള്ള പ്രശ്നം, അതിൽ ഭർത്താക്കന്മാർ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അമ്മായി അമ്മ പോര്. ഇത് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ക്ലീഷേ വിഷയമല്ല ഇതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്നാൽ മനുഷ്യൻ്റെ പൈസയോടുള്ള ആർത്തി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൻ്റെ പേരിൽ ചിലർക്ക് ഭയങ്കര പൈസയോടുള്ള ആർത്തിയുള്ളവരുണ്ട്, ആർത്തി ഇല്ലാത്തവരുണ്ട്, ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുടെ ജീവിതമാണ്, അല്ലെങ്കിൽ അവരുടെ മത്സരമാണ്, അല്ലെങ്കിൽ ഒരു പരിധിവരെ അവരുടെ യുദ്ധമാണ് പരിവാർ. തീർച്ചയായിട്ടും അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലൊക്കെ എൻ്റെ ഹാഷ്ടാഗിൽ നിന്ന് മനസ്സിലായി, ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനർ ആണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. തീർച്ചയായിട്ടും ഇന്ദ്രൻ ചേട്ടനൊക്കെ ഒരു ഫീൽ ഗുഡ് മൂവിയിൽ വന്നിട്ട് അധികം ആയെന്ന് തോന്നുന്നു. അപ്പം തിരിച്ച് ഈ ഒരു മൂവിയിൽ, ഒരു ഫീൽ ഗുഡ് മൂവിയിൽ തിരിച്ചു വരുമ്പം എന്താണ് തോന്നുന്നത് ഈ ഒരു അവസരത്തിൽ? പരിവാർ ചേട്ടനെ സംബന്ധിച്ച് എന്താണ്? നമ്മൾ അത്തരം സിനിമകൾ ഇവിടെ ഒരുപാട് ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുപോലൊരു സാധ്യത, അല്ലെങ്കിൽ അതുപോലൊരു ദിവസം നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. അങ്ങനൊരു സിനിമ ചെയ്യുമ്പോഴും മനസ്സിൽ ദിവസം ആ തീരുന്നവരെ ഉണരുമ്പോൾ ഒരു ഉണർവ്, അത് തീരുന്നവരും നമുക്കുണ്ടായിരുന്നു. അത് എല്ലാവരിലും എത്തുമ്പോഴും അത് നിലനിൽക്കും എന്ന് തന്നെ വിശ്വസിച്ച്. അപ്പം ശോഭന ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് റിലീസ് ആവുന്ന മൂവിയാണ് അല്ലേ? അപ്പം ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു പരിവാർ എന്താണ് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം? പരിവാർ ഒരു കുടുംബത്തിലെ കാര്യങ്ങളൊക്കെയാണ്. അതിൽ മൂത്ത ചേട്ടത്തിയാണ് ഞാൻ, ഇവരൊക്കെ അനിയന്മാര്, അങ്ങനെയൊക്കെ. എങ്ങനെയാണ് പരിവാറിലേക്ക് എത്തിച്ചേർന്നത്? നമ്മളെ റീലിൽ അഭിനയിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും, ഒരു ബിഗ് സ്ക്രീനിൽ വരികയാണ് അല്ലേ? അപ്പം തീർച്ചയായും അതിൻ്റെതായ ഒരു വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും കാണും. അപ്പം അത് എങ്ങനെയാണ് മാനേജ് ചെയ്തത്? അത് എന്തെങ്കിലും തെറ്റിയാലേ ഇവരെല്ലാരും പറഞ്ഞു തന്ന് എന്നെ മുന്നോട്ട്. അതെ, സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ജഗദീഷ് ചേട്ടനും ഇന്ദ്രൻ ചേട്ടനും ഒക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു അല്ലേ? പണ്ടത്തെ കോമഡിയും ഇപ്പം നിങ്ങൾ രണ്ടുപേരാണെങ്കിലും ഇപ്പം ചേച്ചിയാണെങ്കിലും കോമഡി റീൽസ് ഒക്കെയാണ് കൂടുതലായിട്ട് മകനുമായിട്ട് ചെയ്യാറുള്ളത്. അപ്പം അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു 90കളിലെ ആ ഒരു കോമഡി, ആ ഒരു പാറ്റേണും ഇപ്പോഴത്തെ ജനറേഷനിലെ ഒരു പാറ്റേണും ഒക്കെ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം പണ്ടത്തെ പല കോമഡി സീൻസൊക്കെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പം നമുക്കത് ചിരി വരത്തില്ല. പലരും ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് അന്ന് ചിരിക്കപ്പെട്ടു, എന്തുകൊണ്ട് ആൾക്കാർക്ക് അതന്ന് ഒരു കോമഡി ആയിട്ട് തോന്നി എന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ ഇപ്പം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇപ്പം സിനിമയിൽ നിങ്ങൾ ഭാഗമാകുമ്പോൾ ഇങ്ങനത്തെ
ഒരു സെക്കൻഡ് തോട്ട് നിങ്ങൾ ചെയ്യാറുണ്ടോ? അതായത് ഇത് ചിന്തിക്കാറുണ്ടോ? ഡയറക്ടേഴ്സിനോട് പറയാറുണ്ടോ ഇത് ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ അന്നത്തെ കോമഡിയും ഇന്നത്തെ കോമഡി ഒരു വ്യത്യാസം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും പറയാൻ സാധിക്കുക? അല്ല, ഈ പരിവാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ജാതീയമായിട്ടുള്ള പരാമർശങ്ങളില്ല, നിറത്തിന്റെ പേരിലുള്ള കളിയാക്കലില്ല, രൂപത്തിന്റെ പേരിലുള്ള കളിയാക്കലില്ല, അതൊന്നുമില്ല. അതൊക്കെ സ്ക്രിപ്റ്റിൽ തന്നെ ഇല്ല. അപ്പൊ ഞങ്ങൾക്കൊരു കൺഫ്രണ്ടേഷൻ ഒരു സാധ്യത അവർ ഒരുക്കിയിട്ടില്ല. ഇതിനകത്ത് അങ്ങനെയുള്ള പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത വിഷയങ്ങളൊന്നും ഞങ്ങളെ കൊണ്ട് പറയിച്ചിട്ടില്ല, സ്ക്രിപ്റ്റിലും ഇല്ല അത്. അപ്പൊ ഞങ്ങള് അശ്ലീലം, ദ്വയാർത്ഥം, അതൊന്നും സ്ക്രിപ്റ്റിലില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്, അയ്യോ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇതിനകത്ത് ക്ലീൻ ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. ഒരു അശ്ലീല ചൊവ്വയുള്ള ഡയലോഗ്സ് ഒന്നും തന്നെ ഇല്ല. കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയത്. ഒരു കട്ട് പോലും ഇല്ല, ഒരു ഡയലോഗ് പോലും മ്യൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ അത് ആ സ്ക്രിപ്റ്റിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. കാരണം ചിരിപ്പിക്കാൻ വേണ്ടി ദ്വയാർത്ഥം പ്രയോഗം നടത്തുക, അശ്ലീലം പറയാന്ന് പറഞ്ഞിരുന്നാൽ അതൊരു ദുർബലമായ ചിരിയാണ്. കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് കാണുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടാകും ചിരിക്കാൻ. യുവാക്കൾ ഇരുന്ന് ചിലപ്പോൾ ചിരിക്കുമായിരിക്കും, പക്ഷെ അവരും ആ യുവാവ് പോലും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സിനിമ കാണാൻ പോവാണെങ്കിൽ അയാൾക്ക് പോലും ചിരിക്കാൻ ഒരു മടി തോന്നും. അത്തരത്തിലുള്ള ഡയലോഗുകൾ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ 3 പേരും. അപ്പൊ അത്തരത്തിലുള്ള അശ്ലീല പ്രയോഗങ്ങളൊന്നും ഇല്ല, പടത്തിലില്ല എന്നുള്ളത് ആശ്വാസം തന്നെയാണ്. മുമ്പ് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ചില കാര്യങ്ങൾ അന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ സാഹചര്യമാണ്, അത് വലിയ അപരാധമായിട്ട് അന്ന് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് അതൊക്കെ അങ്ങനെ കാണുന്നു. രൂപത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ തന്നെ കറക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെ സമൂഹം അംഗീകരിക്കുന്നില്ല. ആ രീതിയിൽ ഹാസ്യം ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. അതെ, ഹെൽത്തി ആയിട്ടുള്ളൊരു കോമഡിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും. ഇപ്പം ശോഭന ചേച്ചി, ഇപ്പം നമ്മൾ പരിവാർ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ആവാൻ പോവുകയാണ്. അപ്പം പരിവാറിലേക്ക് എത്തിച്ചേർന്ന ആ ഒരു ജേർണി, അല്ലെങ്കിൽ എങ്ങനെയാണ് പരിവാറിലേക്ക് എത്തിച്ചേർന്നതെന്നൊന്ന് പറയാൻ സാധിക്കും? ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടവർ വിളിച്ചതാ. ആണല്ലേ? ആദ്യം ഇങ്ങനെ ഒരു റോൾ ഉണ്ട് ചേച്ചി, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഡയറക്ടേഴ്സ് വിളിച്ചപ്പം എന്താണ് ആദ്യം തോന്നിയത്? ഇതെനിക്ക് ഭയങ്കര സന്തോഷം, ആദ്യം തന്നെ ഞാൻ ചെയ്യാം അങ്ങനെ വിചാരിച്ചല്ലേ? അല്ലാതെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുൾ കൂളാണല്ലേ, ചില്ലായിരുന്നു? സെറ്റിലെ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റിലെ കാര്യങ്ങളും എല്ലാവരും നല്ല സന്തോഷമായിട്ട്. ഓക്കെ, സോ ഇനി ജഗദീഷ് ചേട്ടൻ ആൻഡ് ഇന്ദ്രൻ ചേട്ടൻ വരുവാണെങ്കിൽ, ഇന്ദ്രൻ ചേട്ടൻ്റെ നമ്മുടെ ഒരു ഫസ്റ്റ് ആ ഒരു പോർഷനിൽ നിന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് വസ്ത്രാലങ്കാരം എന്നൊരു ഫീൽഡിൽ നിന്നാണ് വരുന്നത്, തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ചേട്ടനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, അപ്പം അന്നത്തെ വസ്ത്രാലങ്കാരം, ഇപ്പം കൂടുതലായിട്ടും കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്, ഫാഷൻ ഡിസൈനേഴ്സ് ഒക്കെയാണ് സിനിമയിൽ ആ ഒരു മേഖല കൈകാര്യം ചെയ്യുന്നത്. അപ്പം ചേട്ടൻ സ്റ്റിൽ ആ ഒരു മേഖലയിൽ നിൽക്കുമായിരുന്നെങ്കിൽ ഇന്നും ആ ഒരു മേഖലയിൽ സക്സസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നോ? വളരെ ഈസി ആയിട്ടാവുമായിരുന്നു. ഈസി ആയിട്ടാവുമായിരുന്നു. അന്ന് അങ്ങനെ റെഡിമെയ്ഡ് ഒന്നും ഇല്ല, എല്ലാം തുന്നിയെടുക്കുകയാണ്. ഇന്നിപ്പോൾ ആരും അതിന് തയ്യൽ അറിയാവുന്നവർ തന്നെ ഇല്ല. കടയിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ കൊണ്ടുവിടുക, സെലക്ട് ചെയ്യുക. ആദ്യമായിട്ട് ആർക്കാണ് ഒരുപാട് ആസ്വദിച്ചതിന് ഇപ്പം നോട്ട് ചെയ്യാറുണ്ടോ? ഇപ്പോഴത്തെ ഇറങ്ങുന്ന സിനിമയിലെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാറുണ്ടല്ലേ? ആദ്യമായിട്ട് ആർക്കാണ് തുന്നി കൊടുത്തതെന്ന് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് സിനിമയില് അതറിയാൻ പറ്റും. ജയൻ സാറിന് മാത്രം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ ഇന്റർവ്യൂല് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ബാക്കി എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് അല്ലേ? സത്യം സാറിനൊന്നും ചെയ്തിട്ടില്ല. ഇല്ലില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ആൻഡ് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണ് കൂടുതലായിട്ട് ചെയ്യാൻ? എല്ലാം ഒരുപോലെ തന്നെ, ശ്രദ്ധ ഒരുപോലെ തന്നെയാണ്. കോമഡി ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണം, അത് കുറച്ച് കൂടുതൽ നമ്മൾ അലട്ടും. അത് നിസ്സാരമായിട്ട് ക്യാരക്ടർ ചെയ്യുമ്പം സെറ്റിലേക്ക് ചെല്ലുന്ന ലാഘവത്തോടെ ചെല്ലാൻ പറ്റില്ല. വളരെ തയ്യാറെടുപ്പോടെയൊക്കെ ഉത്സാഹിച്ചൊക്കെ നിൽക്കണം. സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റും. ഓക്കെ ഓക്കെ. ഞാൻ പലയിടത്തും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പം മമ്മൂട്ടി സാർ ആണെങ്കിലും മോഹൻലാൽ സാറിൻ്റെയൊക്കെ പല വേഷങ്ങൾ അല്ലെങ്കിൽ പല ക്യാരക്ടേഴ്സൊക്കെ ഞാൻ അനുകരിക്കുകയാണ് ചെയ്യാറ്, പക്ഷെ ആരും അത് നോട്ടീസ് ചെയ്തിട്ടില്ല എന്ന് ചേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അവരിൽ നിന്നാണോ കൂടുതലും ഇൻസ്പിറേഷൻ? പല ക്യാരക്ടേഴ്സിൽ നിന്നാണോ ഇൻസ്പിറേഷൻ എടുത്തിട്ടാണോ ചേട്ടൻ ഓരോ ക്യാരക്ടേഴ്സും? എനിക്ക് പറഞ്ഞു തരുന്ന കഥാപാത്രം അതിന് യോജിച്ച ആരെങ്കിലും ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് ആലോചിക്കും. അതല്ലെങ്കിൽ സിനിമയിൽ ഇല്ലാത്ത തന്നെ ഇതേപോലെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുള്ള ഒരാളുണ്ടാവും, അയാളുടെ ചലനങ്ങളും കൂടെ കിട്ടുമ്പോൾ എനിക്ക് കയറി പറ്റാനൊരു കൂടായി, പിന്നെ എളുപ്പം സഞ്ചാരം. ഓക്കെ ഓക്കെ. അത് ഞാൻ പലയിടത്തും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കോമഡി കൈകാര്യം ചെയ്യാനാണ് കുറച്ചും കൂടെ പാടായിട്ട് ഉള്ളതെന്ന് പല
ആർട്ടിസ്റ്റും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ചേട്ടൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാലും മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ നിന്നായിരുന്നു. അപ്പം അത് വേറൊരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടിയിരുന്നൊരു റോളായിരുന്നു ആക്ച്വലി. അപ്പം അവിടെ ഒരു ലക്ക് ഫാക്ടർ വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആൻഡ് ഓൾസോ സെക്കൻഡ് മൂവി എന്ന് പറഞ്ഞാൽ ഓടരുത് അമ്മാവ ആളറിയാം, അതിനകത്തും ജഗതി ചേട്ടൻ ചെയ്യേണ്ട റോളിലാണ് ജഗദീഷ് ചേട്ടനെ കാസ്റ്റ് ചെയ്തത്. അപ്പം എപ്പോഴും ഒരു ലക്ക് ചേട്ടനെ ബാക്ക് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ ഹാർഡ് വർക്കിന് പുറമേ? അല്ല, ഭാഗ്യം, അത് ഏത് നടൻ്റെ കാര്യത്തിലും ഭാഗ്യം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ആ ഒരു ഫോട്ടോ സുരേഷ് കുമാർ എന്ന പ്രൊഡ്യൂസറാണ് നവോദയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോട്ടോ അന്ന് ഇട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വേറെ ആരെങ്കിലും ആയിരിക്കും ആ റോൾ ചെയ്യുക. അപ്പോൾ ഭാഗ്യം ഒരു നടൻ്റെ കൂടെ സഞ്ചരിക്കണം. അതിന് ഭാഗ്യം എന്നോ ഈശ്വരാനുഗ്രഹം എന്നോ എന്ത് പേര് പറഞ്ഞു വേണമെങ്കിലും വിളിക്കാം. പിന്നെ ഒരാൾ അവസരം തരുമ്പോൾ പിന്നെ ചിലർ പറയും അതിപ്പോൾ ഞാൻ അവസരം കൊടുത്തിട്ടൊന്നുമല്ല, ഞാൻ കൊടുത്തില്ലെങ്കിൽ വേറൊരാൾ കൊടുക്കും എന്ന് ചിലർ വിനയം കൊണ്ട് ചില സംവിധായകർ പറയുമെങ്കിൽ പോലും ഈശ്വരാനുഗ്രഹം എന്നുള്ളൊരു സംഭവം വളരെ പ്രാധാന്യം ഉള്ളത് തന്നെയാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ NF വർഗീസ് എന്ന പ്രതിഭയാണ് ആ റോള് ചെയ്യാൻ ഇരുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം മാറി. അപ്പോൾ എന്നെ പരിഗണിച്ചു എന്നുള്ളത് സത്യം. ഓടരുതമ്മ ആളറിയാമിൽ ജഗതി, എനിക്ക് 4 സീനുള്ള ഒരു ഹിന്ദി മാഷിൻ്റെ വേഷമാണ് വെച്ചിരുന്നത്. അത് ജഗതി ചേട്ടൻ്റെ ഡേറ്റ് പ്രോബ്ലം ആയത് കാരണം എനിക്ക് ആ അവസരം കിട്ടുന്നു. അപ്പോൾ അത് അത്തരത്തിലുള്ള ഭാഗ്യം ചിലപ്പോൾ നമുക്ക് കിട്ടും, നമ്മുടെ കൂടെ സഞ്ചരിക്കും. ചിലപ്പോൾ നിർഭാഗ്യങ്ങളും വരും. ഞാൻ ഗുരുശിഷ്യൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 6-ാം തമ്പുരാനിലെ ഒരു വേഷത്തിന് എന്നെ വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വേഷം. അത് പിന്നീട് ചെയ്ത കലാഭവൻ മണിയാണ്. കലാഭവൻ മണി അന്ന് ആവശ്യപ്പെട്ടത്, റൈറ്റർ രഞ്ജിത്തും ഷാജി കലാസ് എന്നോട് ആവശ്യപ്പെട്ടത് മീശ എടുക്കണം എന്നാണ് പറഞ്ഞത്. ആ കഥാപാത്രത്തിന് വേണ്ടി, ഒരു തമ്പുരാൻ്റെ കഥാപാത്രമാണ്. മാനസികമായി കുറച്ച് വെല്ലുവിളിയുള്ള ഒരു തമ്പുരാൻ്റെ വേഷമായിരുന്നു. അപ്പോൾ അത് മീശ എടുത്താൽ ഈ ഗുരുശിഷ്യനിലെ കണ്ടിന്യൂറ്റി, ഞാൻ നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ശശിശങ്കറിൻ്റെ ചിത്രത്തിൽ. അപ്പോൾ ഞാൻ മീശ എടുത്താൽ, ഈ വേഷത്തിന് വേണ്ടി മീശ എടുത്താൽ ഇതിലെ കണ്ടിന്യൂറ്റി ബാധിക്കും. കുറേ സീനുകളിൽ ഞാൻ ഒറിജിനൽ മീശയും അല്ലാത്ത സീനിൽ ഒട്ടിച്ച മീശയുമായിട്ട് വരുമ്പോൾ അത് പ്രേക്ഷകർക്ക് അവർക്ക് ആസ്വാദനത്തിന് തടസ്സം വരുമോ ബുദ്ധിമുട്ട് വരുമോ എന്ന് ഭയന്നിട്ട് എൻ്റെ കമ്മിറ്റ്മെൻറ്റിൽ ഞാൻ ഉറച്ചു നിന്നു. ഇത്തരത്തിലുള്ളൊരു നല്ല വേഷം, മോഹൻലാലിൻ്റെ ഒരു നല്ല ചിത്രത്തിൽ നല്ല വേഷം വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഗുരുശിഷ്യനിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. അതെൻ്റെ നിർഭാഗ്യം. വേറൊരു അവസരത്തിൽ പറഞ്ഞാൽ കലാഭവൻ മണിക്ക് ആ റോള് കിട്ടി, അത് മണിയുടെ ഭാഗ്യം. എന്നാൽ വേറൊരു അവസരത്തിൽ ഈ നിർഭാഗ്യം തിരിച്ചു വന്നു. രാവണപ്രഭു എന്ന ചിത്രത്തിൽ കലാഭവൻ മണിക്കാണ് ആദ്യം ആ റോള് വെച്ചിരുന്നത്. പൊട്ടുകുത്തടി പുടവച്ചിട്ടടി എന്നുള്ള ആ പാട്ടുപാടി വരുന്ന ആ റോള് കഥാപാത്രത്തിൽ ഗവർണറുടെ അനിയൻ്റെ കഥാപാത്രം വച്ചിരുന്നത് ആദ്യം കലാഭവൻ മണിക്കാണ്. കലാഭവൻ മണിക്ക് ഡേറ്റ് പ്രോബ്ലം വന്നപ്പോൾ നെക്സ്റ്റ് ചോയ്സ് ആയിട്ട് എന്നെ വിളിച്ചു. ആ കോയിൻസിഡൻസ് ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കാം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ജഗതി NK ആചാര്യ സാറിൻ്റെ ഒരു നാടകത്തിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ തന്നെ ഒരു നാടകത്തിൽ ഞാൻ അഭിനയിക്കുന്നത് ജഗതി ചേട്ടന് പകരക്കാരനായിട്ടാണ്. ഉജാസനം എന്ന് പറയുന്ന ഒരു നാടകത്തിൽ ജഗതി ചേട്ടന് ഈ സിനിമയുടെ തിരക്ക് കാരണം അദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ആരുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു കോളേജ് വിദ്യാർത്ഥിയുണ്ട്, അയാൾ കോമഡിയൊക്കെ അത്യാവശ്യം ചെയ്യുമെന്ന് പറഞ്ഞ് ജഗതി NK ആചാര്യ സാർ ആകാശവാണിയിൽ നിന്ന് എന്നെ വിളിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ പകരക്കാരനായി പല ചിത്രങ്ങളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങളിൽ എനിക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടുമുണ്ട്, അത് വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുമുണ്ട്. അപ്പം ഭാഗ്യനിർഭാഗ്യങ്ങൾ അങ്ങനെ സിനിമയിലുണ്ട്. ഇപ്പം ജഗതി ശ്രീകുമാറിന് വെച്ചിരുന്ന ഒരു റോള് നമ്മൾക്ക് വരുമ്പം തീർച്ചയായിട്ടും ഒരു ടെൻഷൻ കാണുമല്ലോ, ഒരു പ്രഷർ. അപ്പം അത്രയും വലിയൊരു നടൻ ചെയ്യേണ്ട ഒരു റോൾ ഇനി ഞാൻ ചെയ്താൽ ഡയറക്ടേഴ്സിന് അത്രയും ആ ഒരു മാർക്കിൽ എത്തിപ്പെടാൻ സാധിക്കുമോ, അങ്ങനത്തെ ഒരു കോൺഷ്യസ്നസ്? അല്ല, ആ ടെൻഷൻ ഒരു കാലത്ത് എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഒരു നടന് വച്ചിരുന്ന വേഷമാണെന്ന് മനസ്സിലാക്കിയാൽ പോലും അത് അവരുടെ ശൈലിയിലോട്ട് മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ എന്ത് അഭിനയത്തിന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് എനിക്ക് കിട്ടുന്ന മാർക്കാണ്, വേറെ ആരെങ്കിലും അനുകരിച്ചിട്ട് എനിക്ക് കിട്ടുന്ന മാർക്കല്ല. ഒരു അനുകരണത്തിലേക്ക് ഞാൻ NS ചേട്ടനെ അനുകരിക്കാനോ ജഗതി ചേട്ടനെ അനുകരിക്കാനോ മാളച്ചേട്ടനെ അനുകരിക്കാനോ നെടുമുടി വേണുചേട്ടനെയോ ഭരത് ഗോപിയോ ഒന്നും അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇവരുടെയൊക്കെ അഭിനയം എനിക്ക് പ്രചോദനമായി ഭവിച്ചിട്ടുണ്ട്. എൻ്റേതായിട്ടുള്ള ഒരു ശൈലിയിൽ ഒരു ജഗദീഷിൻ്റേതായിട്ടുള്ള ഒരു ശൈലി കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കോമഡിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതൊരു നടനും സ്വന്തം ശൈലിയിലൂടെ മാത്രമേ എസ്റ്റാബ്ലിഷ്ഡ് ആവൂ. ഇന്ദ്രൻസ് കൊണ്ടുവന്ന ഒരു ശൈലി വേറൊരാൾക്ക് അനുകരിക്കാൻ പറ്റില്ല. ജഗതി ചേട്ടൻ്റെ, ഇന്നസെൻ്റ് മാമുക്കയുടെ, എല്ലാവരും ശങ്കരാടി സാറിൻ്റെ, അതൊക്കെ അവരവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് അവരവർ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ നമുക്ക് ഒരു ലോങ് ലൈഫ് ഉണ്ടാവില്ല. ആ തിരിച്ചറിവ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. മാത്രമല്ല അമച്ചർ നാടക രംഗത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ അനുകരണം വേറെ അഭിനയം വേറെ എന്നുള്ള ഒരു നല്ല രീതിയിലുള്ള തിരിച്ചറിവ് എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. ചേട്ടനാണെങ്കിലും പണ്ട്
ലൈറ്റ് മ്യൂസിക്കിന് പിന്നെ നാടകത്തിനും അതേപോലെ തന്നെ മോണോ ആക്ട് ഇതിനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയായിരുന്നു. അപ്പം അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, മോണോ ആക്ട് ഒക്കെ. തീർച്ചയായിട്ടും ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ പലതിനും എല്ലാത്തിനും ഞാൻ പേര് കൊടുക്കും. അതിൻ്റെ ഒരു വിനോദമാണ്. അതെ അതെ, അല്പം ക്രൂരമായ വിനോദം എന്ന് വേണമെങ്കിൽ പറയാം. ലൈറ്റ് മ്യൂസിക്കിനൊക്കെ അങ്ങ് പേര് കൊടുക്കും, അങ്ങ് പാട്ട് പാടും. ലൈറ്റ് മ്യൂസിക്കിനൊന്നും ഒരു കാലത്തും പ്രൈസ് കിട്ടിയിട്ടില്ല, പക്ഷേ എൻ്റെ ആഗ്രഹം ഞാൻ ഒരു കാലത്തും ഉപേക്ഷിച്ചിട്ടില്ല. അപ്പം അങ്ങനെ മോണോ ആക്ട്, മിമിക്രി, റെസിറ്റേഷൻ, എലക്യൂഷൻ എല്ലാത്തിലും കയറി പങ്കുചേരും. അപ്പോൾ കുറേ എണ്ണത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അവസാനം മാരവൻസ് കോളേജിൽ എത്തുമ്പോൾ ഒരുപാട് മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ ആയിരുന്നു, കോളേജ് യൂണിയൻ ചെയർമാനാണ്. അപ്പം അങ്ങനെ ഒരു ലാസ്റ്റ് സ്റ്റേജ്, വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പം ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയ ഒരു വിദ്യാർത്ഥിയായിട്ട് ഞാൻ മാറി. അതെൻ്റെ സ്ഥിരോത്സാഹം കൊണ്ടാണ്. സ്കൂൾ ഡേയ്സിൽ പലരും സമ്മാനം കിട്ടിയിട്ടില്ല. അങ്ങനെ അതിൽ നിരാശനാകാതെ വീണ്ടും മത്സരിച്ച് MCOMന് എത്തുമ്പോൾ എല്ലാത്തിനും ഒന്നാം സമ്മാനം അല്ലെങ്കിൽ രണ്ടാം സമ്മാനം കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയായി ഞാൻ മാറി. അതെൻ്റെ ഒരു ആത്മവിശ്വാസം, എൻ്റെ സ്ഥിരോത്സാഹം, കഠിന പ്രയത്നം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് ആദ്യമായിട്ട് പാടിയപ്പം സാറ് വഴക്ക് പറഞ്ഞായിരുന്നു, ഏതോ പാടണ്ടാത്ത ഏതോ പാട്ടാണെന്ന് പാടിയത്. അല്ല, അത് ഞാൻ പിന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞാൻ പാടിയ പാട്ട്, ലൈറ്റ് മ്യൂസിക്കിന് ഞാൻ പാടിയ പാട്ടെന്ന് പറയുന്നത് അന്നത്തെ ഒരു 7ാം ക്ലാസ്സുകാരൻ പാടേണ്ട പാട്ടല്ല എന്നാണ് എൻ്റെ അധ്യാപകൻ പറഞ്ഞത്. നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിഭഞ്ചികയാകാൻ കൊതിച്ചു എന്നുള്ള സൂസി എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടാണ് ഞാൻ പാടിയത്. അതെ, കൊച്ചു പ്രായത്തിൽ മുട്ടയിന്ന് വിരിയുന്നതിന് മുമ്പ് പാടുന്ന പാട്ടെന്ന് പറഞ്ഞ അധ്യാപകൻ എന്നെ വഴക്ക് പറഞ്ഞു. അതിനെന്നിട്ട് പ്രൈസ് ഒരു കാലത്തിൽ ലൈറ്റ് മ്യൂസിക്കിന് കിട്ടിയിട്ടില്ല. അപ്പം എൻ്റെ ജഡ്ജസിനെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പാണ്. ഒരു കാലത്ത് എനിക്ക് പ്രൈസ് കിട്ടിയിട്ടില്ല. ഗ്രൂപ്പ് മ്യൂസിക്കിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഗ്രൂപ്പ് മ്യൂസിക്കിന്റെ ഒക്കെ അന്നത്തെ മത്സരത്തിലൊക്കെ ശാന്തി നിശ്ചല നിർമ്മല നീരാഴി നീരാഴി ശാന്ത ഹൃദയങ്ങൾക്ക് ആശ്വാസധാരണി ധാരണി ആശ്വാസധാരണി. അങ്ങനെ അതൊക്കെ ഗ്രൂപ്പ് മ്യൂസിക്കാണ്. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പ് മ്യൂസിക്കിൽ കൂടെ ഇരുന്ന് പാടി സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം പക്ഷെ ലൈറ്റ് മ്യൂസിക്കിൽ സിംഗിൾ ആയിട്ട് പാടുമ്പോൾ ജഡ്ജസിന് മനസ്സിലാവും നമ്മൾ കഴിവില്ലാത്ത ആളാണ്. പക്ഷേ എങ്കിൽ പോലും ചേട്ടൻ ഈ ട്രോളുകളെയൊക്കെ എങ്ങനെയാണ് നേരിടുന്നത്? ചേട്ടൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോയിലൊക്കെ പാട്ടുപാടിയൊക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതെ, ട്രോളുകളിൽ ഒരു കലയുണ്ട്. ആ ട്രോളുകൾ, നല്ല ട്രോളുകൾ എങ്ങനെ ഹിറ്റാവുന്നു, അതിനകത്ത് ഒരു കലയുടെ അംശം ഉണ്ടെങ്കിൽ മാത്രമേ ട്രോളുകൾ ഹിറ്റാവൂ. അതിനകത്തൊരു ഭാവന വേണം. അപ്പൊ ആ ഭാവനയെ നമ്മൾ അംഗീകരിക്കണം. നമ്മളെ കളിയാക്കുമ്പോൾ അതിനകത്ത് ഒന്ന് കളിയാക്കാനുള്ള വകുപ്പ് എൻ്റെ ഉണ്ടെന്ന് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കളിയാക്കപ്പെടാൻ എന്തോ നമ്മുടെ പോരായ്മ ഉണ്ടെന്നുള്ള മനസ്സിലാക്കണം. അത് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ അത് ആസ്വദിക്കണം. ഇത് രണ്ടും ഉണ്ട്. അതുകൊണ്ട് ഈ ട്രോളുകൾ ഉണ്ടായതുകൊണ്ട് എൻ്റെ പാട്ട് മെച്ചപ്പെട്ടു എന്നുള്ളത് എനിക്കറിയാം. കാരണം വെച്ചിരുന്നാൽ ഞാൻ ഇങ്ങനെ ആദ്യകാലങ്ങളിൽ പാടിക്കൊണ്ടിരുന്നതിന് സ്ഥിരമായ ട്രോളുകൾ, എൻ്റെ പാട്ട് കേട്ട് ആൾക്കാർ പൊട്ടിക്കരയുന്നു, രജനീകാന്ത് നാട് വിട്ടു പോകുന്നു, അങ്ങനെ കുറേ ട്രോളുകളൊക്കെ വന്നതിന് ശേഷം അവസാനം പാട്ട് അല്പം ബെറ്ററായപ്പോൾ ഈ ട്രോളുകൾ കുറഞ്ഞു. ഓമനക്കുട്ടി ടീച്ചർ ഒരു വേദിയിൽ ഓപ്പണായിട്ട് പറഞ്ഞു, ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ സഹോദരി ഓമനക്കുട്ടി ടീച്ചർ, ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒക്കെ ആധികാരികമായി പറയാൻ കഴിയുള്ള ഓമനക്കുട്ടി ടീച്ചർ പറഞ്ഞു, ജഗദീഷ് പാടി തെളിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആണ് എനിക്ക്. ശാസ്ത്രീയ സംഗീതത്തിലെ ഒരു പണ്ഡിതയാണ് പറയുന്നത് ജഗദീഷ് പാടി തെളിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് പ്രയോഗമാണ്. പാടി തെളിഞ്ഞതാണ്. ഇപ്പോഴും ഞാൻ മെച്ചപ്പെട്ട ഒരു ഗായകനാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യം പാടാൻ കഴിയും എന്ന ഒരു തിരിച്ചറിവ് എനിക്ക് ഇപ്പോൾ ഉണ്ട്. അത് പ്രേക്ഷകർ ഒരു പരിധിവരെ അംഗീകരിച്ചിട്ടുമുണ്ട്. ചേട്ടന് സംഗീതത്തോട് ഒരു ഭക്തിയാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടത്തിലുപരി ഒരു ഭക്തിയാണ്. കറക്റ്റാണ്, അതാണ് കറക്റ്റ് വാക്ക്. എനിക്ക് ഒരു വല്ലാത്ത ഭക്തിയാണ്. സംഗീതം എന്ന് പറയുന്നത് ഒരു ദിവ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കും. എനിക്ക് പാട്ട് കേട്ട് കണ്ണ് നിറയും. നല്ല പ്രാർത്ഥനാ ഗാനങ്ങൾ മാത്രമല്ല, എനിക്ക് മുഹമ്മദ് റഫീ സാഹിബിൻ്റെയോ കിഷോറിൻ്റെയോ കിഷോർദയുടെയോ ദാസേട്ടൻ്റെയോ ഒക്കെ ചില പാട്ടുകൾ, ദാസേട്ടൻ വേദിയിൽ നിൽക്കുന്ന മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് ദാസേട്ടൻ പാടുമ്പോൾ നമുക്ക് കണ്ണ് നിറയും. അത്രയ്ക്കൊരു ഭാവം കൊണ്ട്, ശബ്ദം കൊണ്ട്, ശബ്ദ സൗകുമാര്യം, ഭാവം എല്ലാം കൊണ്ട് ഈ പ്രായത്തിലും അദ്ദേഹം പാടുമ്പോൾ എന്ന് പറയുന്നത് നമുക്ക് രോമാഞ്ചം വരും. തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് നിറയും. അത് സംഗീതത്തിൻ്റെ ശക്തിയാണ്. എങ്ങനെ അദ്ദേഹം ഒരു എന്താ പറയുക, അദ്ദേഹം ഒരു സന്യാസിയാണ്. രൂപത്തിൽ മാത്രമല്ല, അങ്ങനെ പലതും ത്യജിച്ചിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് എന്നെ സംബന്ധിച്ചുള്ളത് ദാസേട്ടനൊക്കെ ഒരു വിഗ്രഹമാണ്. എന്തെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇന്നും ഈ കരിയറിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങൾ, സംഗീതത്തിന് വേണ്ടി എന്തെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുണ്ട്.
ഉപേക്ഷിക്കാത്തവരും സംഗീതത്തിൽ ക്ലിക്കായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ SP ബാലസുബ്രഹ്മണ്യം സാറ് ഐസ്ക്രീമൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ ദാസേട്ടൻ അങ്ങനെ തണുത്ത വെള്ളം കുടിക്കില്ല, ഐസ്ക്രീം കഴിക്കില്ല. അങ്ങനെ സംഗീതത്തിന് ദോഷകരമായി ഭവിക്കുന്ന ഒന്നും ചെയ്യാതെ അർപ്പണ മനോഭാവത്തോടെ സംഗീതത്തിന് വേണ്ടി അങ്ങ് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ക്ലാസിക്കൽ മ്യൂസിക് ഇന്നും അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് അത് നമുക്കൊന്നും എന്താ പറയുക ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ റിലാക്സ് ചെയ്യേണ്ട പീരീഡിൽ പോലും അദ്ദേഹം സംഗീതത്തെക്കുറിച്ച് വലിയ ഉപാസന നടത്തുന്നു, അതിനെക്കുറിച്ച് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ പാട്ടുകൾ കേട്ടിട്ട് ഞാൻ ഒരു സ്റ്റേജ് ഷോയ്ക്ക് ഞങ്ങൾ 4 പേരും, ഞാൻ, മനോജ് KJ, സിദ്ദിഖും അശോകനും അവതരിപ്പിച്ച പാട്ടിനെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറയുന്നു, ഗംഭീരമാണെന്ന് പറയുമ്പോൾ അദ്ദേഹമൊക്കെ ഇത് കേൾക്കാൻ മനസ്സ് കാണിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ മുന്നിൽ വലിയ മാതൃകയാണ്. അപ്പോൾ സംഗീതത്തെ നമ്മൾ ഭക്തിയോടെ തന്നെയാണ് കണക്കാക്കേണ്ടത്. എല്ലാവർക്കും തുറന്നു കിട്ടുന്ന ഒരു സംഭവമല്ല ഈ സംഗീതം എന്ന് പറയുന്നത്. ഒരു വരി പാടുന്നതിന് പോലും അത് ശ്രുതി ശുദ്ധമായി പാടാൻ കഴിയണമെങ്കിൽ അതിന് ദൈവാനുഗ്രഹം വേണം, എങ്കിലേ പാടാൻ കഴിയും. അതാണ് പാട്ട് പാടാൻ അറിയുന്ന ആർക്കാണേലും അതൊരു പ്രത്യേക കഴിവാണ്. ഇപ്പം എല്ലാം കഴിവ് തന്നെയാണ് തീർച്ചയായിട്ടും, അഭിനയമാണെങ്കിലും ഡാൻസ് ആണെങ്കിലും. പക്ഷെ പാട്ട് പാടുന്നത് എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്, ഒരു ദൈവദത്തമായ ഒരു കഴിവ് തന്നെയാണ്. കാരണം എവിടെ പോയാലും അവരൊരു സ്റ്റാർ ആവാം. ഇപ്പം ഇവിടെ ഒരു ഇന്റർവ്യൂലാണെങ്കിലും ചേട്ടന് പാട്ട് പാടാൻ അറിയാം, ചേട്ടൻ ഇടയ്ക്ക് പാട്ട് പാടാം. നമ്മൾ ഈ ചേട്ടൻ പറയുന്ന പോലെ നമ്മൾ സംസാരിക്കുന്നതിന് തന്നെ ഒരു സംഗീതമുണ്ട്, ഒരു താളമുണ്ട്. അത് തീർച്ചയായിട്ടും ഉള്ളതാണ്. ആൻഡ് ഓൾസോ ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും ഒരു പാട്ടുകാരനാന്ന് എപ്പോഴോ ആരോഗ്യമോ ചോദിച്ചിട്ടില്ലേ? അതായത് ഏതോ ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ട്, ആ പാട്ട് ഇന്ദ്രൻ ചേട്ടനല്ലേ പാടിയത് എന്ന് ഉള്ള ഫീഡ്ബാക്ക് കിട്ടിയിട്ടില്ലേ? യെസ് ഓർ നോ? അതേത് പാട്ടാന്ന്? കണ്ണുനട്ട് കഥാവിശേഷം എന്ന് പറയുന്ന സിനിമയിൽ തീർച്ചയായിട്ടും അത് കാണുമ്പോൾ ഇന്ദ്രൻ ചേട്ടൻ പാടുന്ന പോലെ തന്നെ തോന്നും. അതായത് അപ്പം അത് എങ്ങനെ, അത് ആ ഒരു സീക്വൻസ് ഒക്കെ അഭിനയിക്കാനായിട്ട് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്തത്? അതിന്റെ ബാക്കില് അത് അത്രയും അത് സാറ് പറഞ്ഞ കണക്ക് അതിന്റെ ഒരു ഭാവമൊക്കെ അതിലുണ്ട്. അതിന്റെ വേദനയും കാര്യങ്ങളും അതിന്റെ വരികളിലും അതിന്റെ സംഗീതത്തിലും വിദ്യാധരൻ മാസ്റ്ററും ജയചന്ദ്രൻ മാസ്റ്ററും കൂടെ ഉണ്ടാക്കിയ പാട്ടാണ്. അവർ ചേർന്ന് പാടിയതാണ് രണ്ടുപേരും. ജയചന്ദ്രൻ മാസ്റ്റർ മ്യൂസിക്കാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ അതിലാവാൻ പറ്റും, എളുപ്പമാകും. പറഞ്ഞ കണക്ക് അതിനൊരു ആത്മാവുണ്ടെങ്കിൽ നമ്മളതിൽ പെട്ടെന്ന് അങ്ങ് അലിഞ്ഞോളും. പിന്നെ സംഗീതമായിട്ടുള്ള എൻ്റെ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഏത് പാട്ടിലും എൻ്റെ ലൈഫുമായിട്ട് ഞാൻ അതിനെ ബന്ധപ്പെടുത്തി ഒന്ന് നോക്കും. എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല മുഹമ്മദ് റഫി സാഹിബിൻ്റെ ഒരു ഇമോഷണൽ സോങ് കേൾക്കുമ്പോൾ നമുക്ക് ഞാൻ എൻ്റെ ലൈഫിലെ പല ഘട്ടങ്ങളിലും എൻ്റെ വിവാഹ ജീവിതമൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരും. അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ്, അങ്ങനെ ഒരു ഇമോഷണൽ സോങ് കേൾക്കുമ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുമ്പോൾ അതും കൂടെ ചേർത്തിട്ടായിരിക്കും ഞാൻ എൻ്റെ കണ്ണ് നിറയുന്നത്. പല കാര്യങ്ങൾ, പല ഒരു റീൽ ഓടുന്നത് പോലെ, ഒരു സിനിമയിലെ റീൽ ഓടുന്നത് പോലെ റഫി സാഹിബിൻ്റെ ഒരു ടച്ചിങ് ആയിട്ടുള്ള ഇമോഷണൽ സോങ് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് വലുതാണ്. അതാണ് യാദ് ന ജായേ ബീത്തെ ദിനോ കി അദാ കെ നഹായേ വോ ദിൻ. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഫീലിംഗ് വരും. അപ്പോൾ അത് അതിൻ്റെ ഇമോഷൻസ് ആണെങ്കിൽ അത് ഹാപ്പിനെസ് ഉള്ളതും അതും നമുക്ക് മനസ്സിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് തെരി പ്യാരെ പ്യാരെ സൂരത്ത് കോ കിസി കി നസർ നാ ലഗേ ചശ്മ അങ്ങനെ പാട്ട്. അതെ, चेहरा है जैसे झील में हंसता हुआ कबल, या जिंदगी के साज पे छेड़ी हुई गजल, जाने बहार तुम किसी शायर का ख्वाब हो, चौदहवीं का चांद हो. കൈയടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ചേട്ടനൊരു പൂ ചോദിച്ചു ഒരു പൂന്തോട്ടം തന്നൊക്കെ പറയത്തില്ലേ? നമുക്ക് ചോദിക്കാൻ അതെല്ലാം നമ്മുടെ ലൈഫിൽ ഓരോ സ്റ്റേജിലും. അതിപ്പോൾ അന്ന് ഒരു സ്റ്റേജിൽ ചിലപ്പോൾ നമ്മുടെ ആ ഓർമ്മകളിൽ വരുന്ന രമയാണെങ്കിൽ ഇപ്പം നമുക്ക് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ നമ്മുടെ പേരക്കുട്ടികളായിട്ട് കളിക്കുന്നതിൻ്റെ സംഭവമായിരിക്കും എൻ്റെ മനസ്സിൽ വരുന്നത്. എൻ്റെ പേരക്കുട്ടിയുടെ മുഖമായിരിക്കും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ലേറ്റസ്റ്റ് എഡിഷൻ എന്ന് പറയുന്ന 1.5 വയസ്സുകാരൻ അപ്പുണ്ണി, അവന് വേണ്ടി ഞാൻ പാട്ട് പാടിക്കൊടുക്കും. അവന് വേണ്ടി പാട്ട് പാടിക്കൊടുക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേക സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഹാപ്പി സോങ്സ് ഞാൻ പാടിക്കൊടുക്കും. അവനുമായിട്ടുള്ള കളിക്കുമ്പോൾ രസിക്കുമ്പോൾ ഉള്ള ഒരു ഭയങ്കര രസമല്ലേ അത്. അപ്പോൾ അങ്ങനെ സംഗീതം ജീവിതത്തിലെ എല്ലാ സമയത്തും നമ്മുടെ തുണയ്ക്ക്, നമ്മുടെ
നല്ല ഓർമ്മകൾക്ക്, സുഖകരമായിട്ടുള്ള ഓർമ്മകൾക്ക്, ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾക്ക് എല്ലാം തന്നെ സംഗീതം ഒരു പാരൽ ലൈനായിട്ട് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജഗദീഷ് ചേട്ടനെ ഇന്ദ്രൻ ചേട്ടൻ്റെയും ഒരു കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് പറയേണ്ടതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് അസാധ്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ, അസാധ്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന 2 ആർട്ടിസ്റ്റാണ്. അതിപ്പോൾ ഞാനെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ ഇൻ്റർവ്യൂസിലും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഒരു റീയൂണിയൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ പരിവാറിലൂടെ. അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ സീക്വൻസുകൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു സിനിമയിൽ? എങ്ങനെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെ ക്യാരക്ടറിനെ പറ്റി പറയാൻ പറ്റുമോ കുറച്ചെങ്കിലും? അല്ല, ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാം. കാരണം ഇതിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്, ഇന്ദ്രൻസിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഭീമൻ എന്നാണ്. അപ്പോൾ ഇതിന് ആദ്യം ആലോചിച്ചിരുന്ന പേരുകളിൽ ഒന്ന് പാണ്ഡവ ലഹള എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പേരിട്ടിരുന്നെങ്കിൽ ഇത് പാണ്ഡവരെ കുറിച്ചുള്ള കഥയാണെന്നുള്ള വ്യക്തമായേനെ. ഇപ്പൊ അത് സൂചിപ്പിക്കുന്നില്ല. അവിടെ ഭീമനാണ്. ഭീമന്റെ ചേട്ടൻ ധർമ്മനുണ്ട്. ധർമ്മൻ മരിച്ചുപോയി. ധർമ്മന്റെ ഭാര്യയാണ്, പറഞ്ഞു മനസ്സിലായില്ലേ, അമ്മ, വെട്ടിയാരമ്മ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന ശ്രീമതി ശോഭന. അപ്പോൾ അത് കഴിഞ്ഞാൽ നോർമലി വരേണ്ടത് ഭീമൻ, ധർമ്മപുത്രർ. ഭീമൻ കഴിഞ്ഞാൽ വരേണ്ടത് സീനിയോറിറ്റി വൈസ് അർജുനാണ്. പക്ഷേ എനിക്ക് അർജുൻ എന്ന പേരല്ല എനിക്ക് ഇതിൻ്റെ സംവിധായകരായിട്ടുള്ള ഉത്സവം ഭഗതും തന്നത്. എനിക്ക് തന്നത് സഹദേവൻ എന്ന പേരാണ്. അതെന്താണെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ചിരിച്ചപ്പോൾ മനസ്സിലായല്ലോ. അതില് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഋഷി എന്ന് പറഞ്ഞ നായകന് അർജുൻ എന്ന പേര്, ഞങ്ങളുടെ അനിയനായിട്ടുള്ള അഭിനയിക്കുന്ന ആൾക്ക് അർജുൻ എന്ന പേര് കൊടുത്തു. അപ്പൊ അർജുനനായിട്ട് ഞാൻ അതിന്റെ രൂപസൗകുമാര്യം ഇല്ലാത്തത് കൊണ്ടാണോ എന്നുള്ളൊരു സംഭവം എന്റെ മനസ്സിൽ വന്നു. പക്ഷെ ഇന്ദ്രൻസ് എന്നെ ആശ്വസിപ്പിച്ചു, അതുകൊണ്ടൊന്നും ആയിരിക്കില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അസ്ത്രവിദ്യയിൽ ഇച്ചിരി അഗ്രഗണ്യനായ ഒരാൾക്ക് കൊടുക്കണമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഏറ്റവും ഇളയ അനിയനായ ഋഷിക്ക് അർജുനൻ കൊടുത്തിട്ട് എനിക്ക് സഹദേവൻ, പ്രശാന്ത് അലക്സാണ്ടർ കഥാപാത്രത്തിന് നകുലൻ. നകുലൻ, സഹദേവൻ ഏറ്റവും ലാസ്റ്റിലുള്ള പേരാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു അഭിനയിച്ച് വന്നപ്പോ നമ്മള് ഈ 2-ാം ഊഴത്തിലെ ഭീമൻ അറിയാലോ നമുക്ക്. അതേപോലെ ഞങ്ങളുടെ 1-ാം ഊഴത്തിലെ ഭീമനാണ് ഇരിക്കുന്നത്. ഭയങ്കരമായ അഭിനയ സാധ്യതയുള്ള ഒരു കഥാപാത്രം ഞങ്ങൾ മലയാള സിനിമയിലെ ഞങ്ങളുടെ ഭീമനെ അവതരിപ്പിക്കുകയാണ്. ഒരു കൊച്ചു സിനിമയിലെ ഭീമനെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത് ഇപ്പോൾ സൂപ്പർ താരങ്ങളിൽ ഒരാളായിരിക്കും 2-ാം ഊഴത്തിലെ ഭീമൻ കൈകാര്യം ചെയ്യുക എന്നുള്ള ഏകദേശം വ്യക്തമായിട്ടുണ്ട്. അവർക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കഥാപാത്രമാണ് ഇതിലെ ഭീമൻ. ഭീമന് വേണ്ടി കാത്തിരിക്കുക, പ്രേക്ഷകർ കാത്തിരിക്കുക. ഇന്ദ്രൻസിന്റെ 2-ാം ഊഴത്തിൽ ഇന്ദ്രൻസിനെ കാസ്റ്റ് ചെയ്യാൻ ചിലപ്പം ആലോചിക്കുന്നില്ലായിരിക്കാം. അല്ല, അത് ഇല്ലെങ്കിൽ അതിന്റെ ഭാവി എന്താവും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അവരുടെ കഥാപാത്രം. അവരുടെ ഭീമൻ എന്താവുന്നുള്ളത് പേടിച്ചിരിക്കുകയാണ് ഇന്ദ്രൻസ്. അത്ര വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ഇന്ദ്രൻസ്. അത് ഞാൻ പറയാം. ഇപ്പൊ 2-ാം ഊഴത്തിൽ ഇനി ആരവതരിപ്പിച്ചാലും, മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും, അവർക്ക് വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. ഇതില് ഞങ്ങളുടെ 1-ാം ഊഴമാണിത്. ഞങ്ങളുടെ 1-ാം ഊഴത്തിലെ ഭീമൻ എന്ന് പറയുന്നത് ഞങ്ങള് ഇതിനകത്ത് സാധാരണഗതിയിൽ 2-ാം ഊഴത്തിലെ MT സാറിന്റെ ഭീമന് ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. ഇതിലെ ദുഃഖങ്ങളെക്കാൾ ഇദ്ദേഹം നന്മയുടെ ഒരു പ്രതീകമാണ്. ഞങ്ങള് എന്തെങ്കിലും സ്വാർത്ഥതയുടെ പിന്നാലെ സഹദേവനോ നകുലനോ ഒക്കെ പോകാൻ നേരത്ത് ഞങ്ങളെ ഉപദേശിക്കാൻ യോഗ്യതയുള്ള ഒരു ഭീമനാണ്. ഭീമൻ ഞങ്ങളുടെ മുന്നിൽ ഒരു വലിയ വ്യക്തിത്വമായിട്ട് ഉയർന്നു നിൽക്കുകയാണ്. ആയുധം എടുക്കുന്നില്ല. പിന്നെ ഇതിലെ ഭീമന് ചെറിയൊരു കുഴപ്പം പറയാൻ മദ്യപാനമുണ്ട്. അതുകൊണ്ട് ആയുധം ഉന്നം പഴയ്ക്കാതെ ഉപയോഗിക്കാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് മദ്യപിക്കണോ? അതെന്തോ ന്യായം. ഈ മദ്യപാനത്തിന് എല്ലാവരും ആൾക്കാർ ന്യായം കണ്ടെത്തും. ഇവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് മദ്യപിക്കുന്നത് അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആയുധം ഒരു ശ്രദ്ധ പാളിപ്പോവില്ലേ? അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ പാളിപ്പോവും. അതുകൊണ്ട് കഴിക്കുവോ? അതെന്ത് ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ഇതിലെ ഭീമൻ അങ്ങനെയാണ്. അപ്പോ ഞങ്ങളെല്ലാവരും ഈ പഞ്ചപാണ്ഡവരുടെ, ഞങ്ങളുടെ അച്ഛനുണ്ട്, പാണ്ഡു ഉണ്ട് ഇതിനകത്ത്. പാണ്ഡു രോഗശയ്യയിലാണ്, മരണശയ്യയിൽ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതിനകത്ത് ഇത് ഹ്യൂമറസ് ആയിട്ട് ഡീൽ ചെയ്യാണ്. ഇതിനകത്ത് ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങളെടുത്ത് ചോദിക്കരുത്. സംവിധായകർക്ക് മാത്രമാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നുള്ളത്. കാരണം ഞങ്ങൾ പലപ്പോഴും ഇതിൻ്റെ പല തലങ്ങളെക്കുറിച്ചും ചോദിച്ചപ്പോൾ സംവിധായകർ പറഞ്ഞു അതിന്ന രീതിയിലാണ്. ഞങ്ങൾ രണ്ടും കൂടെ പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കുക. അതെ, അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ, 2-ാം ഊഴം MT സാറിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിൽ ഞങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എ ഫാമിലി അതാണിത്. അതിൽ നിങ്ങളുടെ മത്സരവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു രീതിയിൽ കണ്ടുവച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അഭിനയിച്ച് തന്നാൽ മതി. കഥയുടെ ഗതിയെക്കുറിച്ച്, കഥ ഇന്ന രീതിയിലായാൽ നന്നാവും എന്ന നിങ്ങളുടെ അഭിപ്രായം
വളരെ ദുഃഖത്തോടെ പറയട്ടെ, ക്ഷമയോടെ പറയട്ടെ, ക്ഷമാപണത്തോടെ ഞങ്ങൾ പറയട്ടെ, അത് സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് സംവിധായകർ ഉത്സവം ഫഹദും പറഞ്ഞു. കഥയിൽ ഒരു വരി പോലും മാറ്റാൻ അവർ സമ്മതിച്ചിട്ടില്ല. അവര് അഭിനയത്തിൽ അവരാഗ്രഹിച്ച തരത്തിൽ ഞങ്ങൾ അഭിനയിച്ചിരിക്കുകയാണ്. ഒരു വരി പോലും എക്സ്ട്രാ ആരും പറയാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട്. നമ്മൾ സിനിമ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, കുറച്ച് മ്യൂസിക്കൊക്കെ കുറച്ചുകൂടെ ഹ്യൂമറസ് ആക്കണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് പെർഫെക്റ്റ് ആണ്, ഇത് കറക്റ്റാണ്, ഈ രീതിയിൽ പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഞങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ ഈ സിനിമ വന്നിട്ടുണ്ടെന്ന് അവർ രണ്ടുപേരും ആത്മവിശ്വാസത്തോടെ പറയുന്നു. അവർ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞ സിനിമ നല്ല ഒരു പേരെടുത്ത സിനിമ സംവിധാനം ചെയ്തവരാണ്. ഇപ്പോഴും അവർക്ക് കൺവിക്ഷനുണ്ട്, അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ട്. നമുക്കാണ് കൺഫ്യൂഷൻ ഉള്ളത്. ഞങ്ങൾക്ക് ഈ സിനിമ അഭിനയിക്കുമ്പോഴും കഥ കേൾക്കുമ്പോഴും ഒക്കെ ചില കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. കഥ കേൾക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഞാനും പ്രശാന്തും ഇന്ദ്രൻസും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അത് കഥ ഇങ്ങനെ വന്നാൽ നന്നാവില്ലേ, കുറച്ചുകൂടെ നന്നാവില്ലേ? ഇല്ല, അയ്യോ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ആ കഥ പോയില്ലേ. അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഈ കഥ ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പൊ ഞങ്ങൾ ഓക്കെ. അപ്പൊ അവർ അത്ര ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ അതിനെ വീണ്ടും നമ്മൾ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ അനുസരണയുള്ള നടീനടന്മാരെന്ന നിലയിൽ നമ്മൾ അവരെ വിശ്വസിച്ച്, അവർ കഥയിൽ അവർ ഉറച്ച വിശ്വാസമായിരുന്നു, തിരക്കഥയിൽ അവർക്ക് വിശ്വാസമുണ്ട്, സംവിധാനത്തിലും നമ്മളെയൊക്കെ കൊണ്ട് പണിയെടുപ്പിച്ചവർ വീണ്ടും ചില ഷോട്ടുകൾ എടുപ്പിച്ചിട്ടുണ്ട്. ഒരു സീനിലൊക്കെ അഭിനയിച്ചതിന് ശേഷം വീണ്ടും പിറ്റേ ദിവസം രാവിലെ ഒന്ന് അത് ഇന്നലെ എടുത്തത് ശരിയായില്ല, ഏകദേശമായിട്ട് ഒന്നുകൂടെ അത് അഭിനയിച്ച് തരണം, ഞങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ വന്നില്ല. ചേട്ടൻ്റെ അഭിനയത്തിൽ കുഴപ്പമുണ്ടോ ഞങ്ങൾ പറയില്ല, പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ എത്തിയിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ചെയ്തു കൊടുത്തു. അപ്പം അവരുടെ മനസ്സിലാണ് സിനിമയുള്ളത്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ഈ സിനിമയിൽ പരിവാർ എന്ന് പറയുന്നതിൽ അവരുടേതായിട്ടുള്ള പ്രത്യേക ഒരു ഹാസ്യം അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, പ്രത്യേക തരത്തിലുള്ള ഒരു നർമ്മം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, അംഗങ്ങൾ തമ്മിലുള്ള ഒരു പോര് മത്സരമൊക്കെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഞങ്ങൾ നിന്നിട്ടുണ്ട്, അവരുടെ ആത്മവിശ്വാസത്തിന്റെ കൂടെ ഞങ്ങൾ നിന്നിട്ടുണ്ട്. പരിവാറിനെ കുറിച്ചാണ് ആക്ച്വലി സംസാരിക്കുന്നത്. അപ്പൊ ചേട്ടൻ ഒരു പരിവാർ, ചേട്ടന്റെ ഫാമിലി ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു. അപ്പം ഇന്ദ്രൻ ചേട്ടന്റെ ഒരു ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ പരിവാറിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. അപ്പം ചേട്ടന്റെ പരിവാർ എങ്ങനെയാണ്? ചേട്ടന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു ഇന്ദ്രൻസ് വലിയ സപ്പോർട്ടാണ്. എല്ലാവരും, ഭാര്യയും മക്കളും കൊച്ചുമക്കളും. അവര് മിസ് ചെയ്യുന്നുണ്ടോ ചേട്ടന്റെ പഴയ ഇന്ദ്രൻസിനെ? അവര് മിസ് ചെയ്യുന്നുണ്ടോ? വീണ്ടും കാണണമെന്നൊക്കെ ആഗ്രഹിക്കാറുണ്ടോ? അതെന്തായാലും അവർക്ക് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം കുഞ്ഞിലെ തന്നെ മോളൊക്കെ ചെറുതിലെ സ്കൂളിൽ പോകുമ്പം എന്നെ അവളുടെ കൂട്ടുകാരികളെന്തോ കുടക്കമ്പിന്നെന്തോ പറഞ്ഞു ഒന്ന് പരാതി പറയും. അയാളുടെ അച്ഛനെ ഞാനൊന്നും പറയുന്നില്ലല്ലോ, പിന്നെ എൻ്റെ അച്ഛനെ എന്തിനാ കുടക്കമ്പി എന്ന് പറഞ്ഞെന്നൊക്കെ പറയും. അപ്പം അതുങ്ങൾ വളരുന്നതോട് അതങ്ങ് മാറുമല്ലോ. അതെന്തായാലും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എല്ലാവരും അവർ തന്നെ ഇപ്പം നമ്മളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നതും കാര്യങ്ങളും കുറേ കൂടെ പ്രോത്സാഹിപ്പിക്കുന്നതും അങ്ങനെയൊക്കെ മാറ്റങ്ങൾ നമ്മൾ അവരിൽ തന്നെ സപ്പോർട്ട് കിട്ടുന്നു. ഹോം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇവിടെയാണ് ചേട്ടൻ്റെ ഒരു ബ്രേക്ക്, ആ ഒരു റോളിൽ ഒരു നായക കഥാപാത്രമായിരുന്നു തീർച്ചയായിട്ടും അതിനകത്ത്. അപ്പോൾ ആ ഒരു ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനോട് ചേട്ടൻ്റെ ഒരു എന്താ പറയുക ടെക്നോളജിയായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന ഒരു ക്യാരക്ടറായിരുന്നത്. അപ്പം റിയൽ ലൈഫും ആ ഒരു റിയൽ ലൈഫും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, അതോ കുറേയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയായിരുന്നു? കുറേ അല്ല, അത് പൂർണ്ണമായിട്ടും ചേട്ടനായിരുന്നു. അതിപ്പോഴും അതങ്ങനെ തന്നെ, അതിലോട്ടൊന്നും കൊണ്ട് ഉയർന്നില്ല, വരുന്നു, ശരിയായി വരും. ഇപ്പോഴും മക്കളുടെ അടുത്തൊക്കെ ചെല്ലും, എന്നെ ഇതൊന്ന് പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് തരും, അതിനകത്ത് കാണിക്കുന്നത് അവരെ കൊണ്ടങ്ങ് ചെയ്യിക്കില്ല, പഠിക്കാൻ ചോദിക്കാനും നിൽക്കില്ല, അങ്ങ് ചെയ്യിക്കും. തീർച്ചയായിട്ടും. ആൻഡ് ശോഭന ചേച്ചിയുടെ ഫാമിലി പരിവാർ എങ്ങനെയാണ് ഒരു സപ്പോർട്ട്? നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു മോന്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ. അപ്പൊ എങ്ങനെയാണ് പൊതുവേ ഉള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും അഭിനയത്തോടും? എല്ലാവരും വീട്ടുകാരെല്ലാം സപ്പോർട്ടാണ്. എൻ്റെ മോനാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അതെ. പിന്നെ ഈ സാറിൻ്റെ ഒക്കെ അടുത്തൊന്ന് ഇരിക്കാൻ പോലും പറ്റുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. അതെല്ലാം ഒത്ത്. അതെ. അപ്പൊ ഫസ്റ്റ് റീൽ എടുക്കുമ്പം എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ആരാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്? ഫസ്റ്റ് വീഡിയോ എടുത്ത് കാണുമല്ലോ റീല്. അപ്പം ചേച്ചിക്ക് ഇങ്ങനെ എന്തിനാ ഇത് ചെയ്യുന്നത്, ഇത് എന്താണ് ഒന്നും അറിയില്ലല്ലോ, അപ്പം അങ്ങനെ ഒരു കൗതുകം ഉണ്ടായിരുന്നു ഫസ്റ്റ്? ഉണ്ടായിരുന്നു. ഇവൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഓ എനിക്ക് വയ്യ, എല്ലാവരും എന്തോ പറയാം, എനിക്ക് നാണക്കേടാന്നൊക്കെ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു ഷെഡ് ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ പറയും വേണേ ഞാൻ ഇതിനകത്ത് കയറി നിന്ന് പറയാമെന്ന്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഒരെണ്ണം പറഞ്ഞു. പിന്നെ ഇങ്ങനെ വെളിയിൽ ഇറങ്ങി ഇപ്പം ഇവിടം വരെ ഇന്നിവിടെ വരെ എത്തിയിരിക്കുകയാണ് പരിവാറിലൂടെ. തീർച്ചയായിട്ടും ആ ഒരു പരിവാറിന്റെ സപ്പോർട്ട് കൊണ്ട് നീ ഒരു പരിവാറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ നമ്മളെ നോട്ടീസ് ചെയ്ത് തുടങ്ങി കാണുമല്ലോ, ഇത് ഇന്ന റീലിൽ വൈറലായ ആളല്ലേ, അപ്പം സന്തോഷം തോന്നാറുണ്ടോ? ഇനിയിപ്പോ സിനിമാ നടിയായിട്ടൊക്കെയാണ് ആൾക്കാർ ഇനി റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം വിചാരിച്ചിരുന്നു എന്തെങ്കിലും അന്ന് സിനിമയിൽ? ഒരിക്കലും വിചാരിച്ചില്ല. ഇല്ലല്ലേ? തീർച്ചയായിട്ടും.
ഓക്കെ, സോ ഇനി അടുത്തതായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ട്രോൾസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ, അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം ആ ഫോട്ടോസൊക്കെ കാണുമ്പം നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് എന്നൊന്ന് പറയണം. അപ്പോൾ ആദ്യം ഞാൻ ജഗദീഷ് ചേട്ടനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഒരു ഫോട്ടോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ കാണുമ്പം ചേട്ടൻ്റെ ഏത് സിനിമയാണ് ഓർമ്മ വരുന്നതെന്നൊന്ന് പറയാൻ പറ്റുമോ? ഇതൊരു AI ജനറേറ്റഡ് ഫോട്ടോയാണ്, AI കാലഘട്ടമാണല്ലോ. അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ ചേട്ടൻ്റെ ഏത് സിനിമയാണ് ഓർമ്മ വരുന്നത്? 90s കാലഘട്ടത്തിലെ ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് ഒരു ആഭരണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ വേണമെങ്കിൽ സ്ത്രീധനം. അതെ, സ്ത്രീധനം തന്നെയാണ്. അതെ, അതാണ് ഞാൻ ആലോചിച്ച് ഇത്ര പാടായിരുന്നത് ഇങ്ങനെ ചോദിക്കാനായിട്ട്. അപ്പം തീർച്ചയായിട്ടും സ്ത്രീധനം എന്ന് പറയുന്നൊക്കെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനത്തെ ഒരു ടോപ്പിക്കൊക്കെ നമ്മളുടെ ഇപ്പം സീരിയലിലൊക്കെ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. അപ്പം ഇപ്പോഴും അങ്ങനത്തെ ഇപ്പം TV ചാനലിലെ ആൾക്കാരൊക്കെ പറയുകയാണെങ്കിൽ റേറ്റിംഗ് വളരെയധികം കൂടുതലാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും ആ ഒരു ടോപ്പിക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ചേട്ടൻ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ, റേറ്റിംഗ് ഇങ്ങനെ കൂടാനായിട്ട്? അല്ല, ഇപ്പോഴും ഒരു സ്ത്രീധനം എന്നൊക്കെ ഉള്ളത് ഒരു ഇഷ്യൂ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പുരോഗമനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പോലും സ്ത്രീധനം ഇപ്പോഴും വളരെയധികം സമൂഹത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അലട്ടുന്ന ഒരു വിഷയം തന്നെയാണ്. സ്ത്രീധനം എന്ന പേരിൽ തന്നെ ചിലപ്പോൾ സ്വർണം കൊടുക്കില്ലായിരിക്കും, പക്ഷേ ആ ഡിമാൻഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡിമാൻഡൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കുന്ന ഈ വരൻ്റെ മാതാപിതാക്കളുണ്ട്, ഇന്നുമുണ്ട്. അതാണ് ഈ അവസാനം സഹിക്കുക വയ്യാതെ പിന്നെ ഭാര്യമാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഇന്നും നമ്മൾ കേൾക്കുന്നതിൻ്റെ കാര്യം അതാണ്. 100% അതിൽ നിന്നും മോചനം കിട്ടിയിട്ടില്ല. പിന്നെ അതിനൊരു പോളിഷ്ഡ് വെർഷൻ, ഇപ്പോൾ സ്ത്രീധനമായിട്ട് ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ പോലും അടിസ്ഥാനപരമായി ഈ കല്യാണം കഴിക്കുന്ന തങ്ങളുടെ മകൻ വിവാഹം കഴിക്കുന്ന ആ പെൺകുട്ടിക്ക് സ്വത്തോ ആഭരണങ്ങളോ ഒക്കെ ഉണ്ടാകണമെന്ന് പല മാതാപിതാക്കളും ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി എക്സിസ്റ്റ് ചെയ്യുമ്പം അതിനെ ബേസ് ചെയ്തുള്ള സിനിമകളോ സീരിയലുകളോ ഉണ്ടാവുന്നതും സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീധന സമ്പ്രദായം 100% തുടച്ചു നീക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നമ്മുടെ സമൂഹവും കരുതുന്നില്ല. ഇപ്പോഴും കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിന് അവളുടെ സ്വത്തും അവൾക്ക് വീടും അവൾക്ക് വാഹനങ്ങളും ഒക്കെ ഉണ്ടാകണമെന്ന് വരൻ്റെ അച്ഛനും അമ്മയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. സോ അതുകൊണ്ടാണ് ആ ഒരു പിക്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കിയത്. ഇനി ഈ ഒരു പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ആരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതൊരു ടേപ്പ് റെക്കോർഡർ ആക്ച്വലി. നിങ്ങൾ 3 പേരിൽ ആരുമായിട്ടായിരിക്കും ഇത് കൂടുതൽ റിലേറ്റഡ് ആയിട്ട്? മുതലാളി നന്നാക്കാൻ തന്നെ വെച്ചതാ. അതെ 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 അതെ, ചേട്ടൻ തന്നെ അത് പറഞ്ഞു. അതായത് ടേപ്പ് റെക്കോർഡറും ചേട്ടനും തമ്മിൽ ഭയങ്കര ഒരു കണക്ഷനാണ്. അത് നമ്മുടെ ജയറാമേട്ടനോടുള്ളൊരു സിനിമയിലാണെങ്കിൽ പോലും നമ്മൾ യക്ഷിയായിട്ട് നടന്നു പോകുമ്പം ടേപ്പ് റെക്കോർഡർ അത് സ്റ്റക്ക് ആവുന്നതും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു ഡയലോഗ്, ആ ഡയലോഗ് ഒന്നുകൂടെ ഒന്ന് പറയാൻ പറ്റുമോ? 2500 സെറ്റാ അവൻ ചവിട്ടി പൊളിച്ചത്. ഓഹോ, എന്തായിരുന്നു കംപ്ലൈൻറ്റ്? റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈൻറ്റ്. ഇത് തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ ഭയങ്കര എപ്പിക്കായിട്ടുള്ള ഡയലോഗുകളൊക്കെയാണ്. ഇപ്പോഴും റീൽസിൽ അതൊക്കെ ട്രെൻഡിങ്. ഇപ്പം കാണാറുണ്ടോ ചേട്ടൻ ഇങ്ങനെ റീൽസിലൊക്കെ ഇങ്ങനെ ചേട്ടൻ്റെ ഒരുപാട് പഴയ എപ്പിക്കായിട്ടുള്ള? ഫോണിൽ ആ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിയുന്നേ ഇല്ല. ആണല്ലേ? ഇതൊക്കെ ഭയങ്കര ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ആ പഴയ കാലത്തെ ആ ഒരു ചിരിയും ആ ഒരു തമാശകളൊക്കെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ പോകാറുണ്ട്. അപ്പം ചേട്ടൻ അതൊന്നും കാണാറില്ലല്ലേ? ഇല്ല, ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ല, റീസെൻ്റ്ലി ചേട്ടൻ്റെ ഒരു മേക്ക് ഓവർ വീഡിയോ വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു. റീസെൻ്റ്ലി അല്ല, കുറച്ച് നാളായി. ചേട്ടൻ്റെ ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണത്. ഒരു മോഡേൺ ഔട്ട്ഫിറ്റിൽ ഉള്ളൊരു പോസ്റ്റായിരുന്നു. സോ അത് ഭയങ്കര അധികം എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടൊരു ഫോട്ടോഷൂട്ടായിരുന്നു. അതെ, ഇത് ആക്ച്വലി പോർട്രേ ചെയ്യുന്നത് വെച്ചാൽ ചേട്ടൻ മാറ്റത്തിനനുസരിച്ച് എന്താ പറയുക, ചേട്ടൻ അതിലോട്ട് ജെല്ലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പം ഇതിനോടൊക്കെ ഉള്ള ഒരു പ്രചോദനം എങ്ങനെയാണ്? നമ്മൾ പുതിയ നായകന്മാരൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ വെറുതെ കണ്ണാടിയിൽ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ആയി നോക്കും. ആണല്ലേ? ഇത് ഭയങ്കര വൈറലായിട്ടുള്ള ഇതിന് 1.2 മില്യൺ ലൈക്സ് ഉണ്ട്, 7000 കമൻസ്, 45,000 ഷെയറും ചെയ്തിട്ടുണ്ട്. സോ ഇത് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് തന്നെ. ഇതായിരുന്നു ലാസ്റ്റ് പോസ്റ്റ് ആക്ച്വലി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൊരു പ്രചോദനമൊന്നും വന്നില്ലായിരുന്നു? ഉണ്ട്, കുറേ ഉണ്ട്, വരണം. ആണല്ലേ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. സോ പരിവാർ മൂവിക്ക് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. സോ ഇത്രയും നേരം സഹകരിച്ചിരുന്ന ഒരുപാട് നന്ദി. സോ ജഗദീഷ് ചേട്ടാ, ഇന്ദ്രൻ ചേട്ടാ, ശോഭന ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.